ഇനി കാട്ടിലൊക്കെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തൊന്നും പോകാതിരിക്കുക. പ്രത്യേകിച്ച് ആന, കടുവ, പുലി, കരടി ഇതിനെയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ആവേശം തോന്നും, കുറച്ചുകൂടെ അടുത്തോട്ട് ചെല്ലാം. അപ്പോൾ ഏത് ആനിമൽസിനൊരു ഒരു സേഫ് ഡിസ്റ്റൻസ് ഉണ്ട്, അത് നമ്മൾ പാലിക്കണം. അതിനും അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെ ചാർജ് ചെയ്യാനോ നമ്മളെ അറ്റാക്ക് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അത് പരമാവധി ഒഴിവാക്കുക. ഈ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അപൂർവമായിട്ട് അല്ലെങ്കിൽ ഇപ്പം സാധാരണമായിട്ടൊക്കെ ആനിമൽസ് വരാറുണ്ട്. ഇപ്പോൾ ആന ഇറങ്ങാറുണ്ട്, കാട്ടുപോത്ത് വരാറുണ്ട്, പന്നികൾ ഇറങ്ങാറുണ്ട്, കരടികളൊക്കെ വരാറുണ്ട്. ഈ വരുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൊബൈലും പിടിച്ചുകൊണ്ട് ചെന്നിട്ട് അടുത്ത് അതിൻ്റെ വീഡിയോ എടുക്കാനോ അല്ല അതിൻ്റെ അടുത്ത് പോയിട്ട് അതിനെ നിരീക്ഷിക്കാനൊക്കെ ശ്രമിക്കാറാണ്. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. കാരണം ഇത് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വയലൻ്റ് ആയിട്ടുള്ള ഒരു മൃഗമായിരിക്കും. നിങ്ങൾക്ക് അവിടെ ചെയ്യാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല. അവിടെ ചെയ്യാനായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോ RRT ടീം, റാപ്പിഡ് റെസ്പോൺസ് ടീമിനാണ് അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള, ആനിമൽസിനെ ട്രാങ്കുലൈസ് ചെയ്യാനോ തിരിച്ച് കാട്ടിലേക്ക് ഓടിക്കാനോ. അതിനിടയ്ക്ക് നിങ്ങൾ മൊബൈലുമായിട്ട് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു ആനയൊക്കെ ചിഹ്നം വിളിച്ചുകൊണ്ട് നിങ്ങളുടെ നേരെ ഓടി വന്നാൽ നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. ഒരുപക്ഷെ നമ്മൾ ചത്തുപോകും, അവിടെ ആന ചവിട്ടി കൊല്ലുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ പരമാവധി മൃഗങ്ങളുടെ അടുത്തോട്ട് ചെല്ലാതിരിക്കുക. അതിനെ നമ്മളങ്ങ് ദൂരെ നിന്ന് കാണുകയാണെങ്കിൽ വളരെ ദൂരെ നിന്ന് കാണുക. അതിനെ ആ ഭാഗത്തോട്ട് പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ല കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.